ഹായ്, എല്ലാവർക്കും ആപ്റ്റ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ കുറച്ച് 2-3 കണ്ടൻസ് നമ്മൾ നമ്മുടെ വീട്ടിലെ ചെടികളുടെയൊക്കെയാണ് ചെയ്തത്. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ പോയപ്പോഴത്തേക്കും നമ്മളൊരു കടയിൽ റോസ് ചെടികൾ കണ്ടു, നല്ല ലാഭത്തിൽ കണ്ട് 5 എണ്ണം വാങ്ങി. അത് 100 രൂപയ്ക്ക് 5 എണ്ണം കിട്ടുന്ന പ്ലാന്റാണ്. അതിന് ചെറിയ ഡിഫക്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷേ എന്നാലും നമുക്കത് കെയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ഒരു പോട്ടിംഗ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണേ. അപ്പോൾ ചെടികളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് 5 റോസാണ് ഉള്ളത്. അപ്പോൾ 5 നടാൻ വേണ്ടി നമ്മൾ ചട്ടി 4 എണ്ണം നമുക്ക് ഒഴിഞ്ഞ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരെണ്ണം നമ്മൾ നേരത്തെ ഒരു പ്ലാന്റ് വെച്ചിരുന്നത് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫംഗസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ ചട്ടികളിലെല്ലാം നമ്മൾ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുമെന്ന് നമുക്കറിയില്ല. നമ്മൾ ഈ ഫംഗിസൈഡ് കലക്കി വെച്ചിരുന്ന സ്പ്രേയറിൽ വെച്ചിരുന്നതുകൊണ്ട് നമ്മളതൊന്ന് അടിച്ചു കൊടുക്കണം, ഒരു പ്രിക്കോഷൻ. ഇനി എങ്ങാനും ഫംഗസ് വല്ലതും ഉണ്ടെങ്കിലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തായാലും അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അപ്പോൾ അത് എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. ഈ മണ്ണിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു, അപ്പോൾ ആ മണ്ണ് നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിനി മിക്സ് ചെയ്യാൻ പോണത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, റോസിന് എപ്പോഴും നല്ലത് ആറ്റുമണലിൻ്റെ കണ്ടൻറ്റുള്ള മണ്ണാണ്. നമുക്കിവിടെ കുറേ ആറ്റുമണലിൻ്റെ കണ്ടൻറ്റുള്ള മണ്ണ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ശരിക്കും മറ്റേ മണലാണ്. ഇതിനകത്തൊരു 70-80% മണലാണ്, ബാക്കിയുള്ളൂ മണ്ണ്. അപ്പോൾ അങ്ങനത്തെ മണ്ണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എംസാൻഡ് പോലത്തെ സാധനങ്ങളാണെങ്കിലും മതി. അതെ, അതായാലും മതി. നമുക്ക് ഇളക്കമുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും അതിനകത്തൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് മുമ്പ് നമ്മൾ ഈ ചട്ടിയുടെ കിഴുത്തകളിൽ, ഹോളുകളിൽ വെള്ളം വാർന്നു പോകാൻ വേണ്ടി കല്ലോ മെറ്റലോ എന്തെങ്കിലും ഒന്ന് വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട്. മീൻസ് വെള്ളം ഇറങ്ങി പോവുകയും വേണം, അങ്ങനെ ഒരു ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണ് വന്ന് ഹോൾസ് അടഞ്ഞ് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി ഇതിൽ കമ്പോർഡുകളൊക്കെ വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുക്കാൻ പോകുന്ന മണ്ണിലേക്ക്, മണൽ മിക്സായ മണ്ണിലേക്ക് അത്യാവശ്യം കൂട്ടുവളങ്ങളുടെ ഒരു കോമ്പിനേഷൻ നമ്മൾ കൊടുക്കുക. അതിൻ്റെ എല്ലുപൊടിയുണ്ട്, ചാണകപ്പൊടിയുണ്ട്, ആട്ടിൻകാഷ്ടമുണ്ട്, അങ്ങനെ കുറേ മിക്സ് അയക്കുന്ന ഒരു മിക്സഡ് വളമാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല എഫക്റ്റീവാണ്. നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഇടയ്ക്ക് ഇടാറുണ്ട്, നല്ല എഫക്റ്റീവായിട്ടുള്ള വളമാണ്. അപ്പോൾ അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ റീപ്പോർട്ട് ചെയ്യുന്ന ചട്ടിയിൽ കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മളെ. ഓക്കെ, നമ്മളത് നന്നായിട്ട് ആ മിക്സഡ് വളവും മണലും മണ്ണും പിന്നെ കുറച്ച് എല്ലുപൊടിയും കൂടെ നമുക്ക് അടിവളമായിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിവിടെ നമുക്ക് എല്ലുപൊടിയൊക്കെ തീർന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓൾറെഡി ആ കൂട്ടുവളത്തിനകത്ത് എല്ലുപൊടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടിത് കൈകൊണ്ട് തന്നെ അങ്ങ് എല്ലായിടത്തും നമ്മളിടുന്ന മണ്ണിൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിവളം നമുക്ക് കുറവായിരുന്നത് കൊണ്ട് അത്യാവശ്യം നമ്മുടെ കോഴിക്കൂട്ടിലുണ്ടായിരുന്ന ചാരവും കോഴിക്കാഷ്ടവും എല്ലാം കൂടി ചേർന്ന് അല്പം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരളവിൽ അതും കൂടി ഇടുന്നുണ്ട്. 5 ചട്ടിയിലേക്കുള്ള മിക്സാണ്. അപ്പോൾ എന്തായാലും അത് നമ്മൾ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോട്ടി മിക്സിൽ നമ്മൾ എടുത്തേക്കുന്നത്. പ്രധാനമായിട്ടും മണലായതുകൊണ്ട് തന്നെ വേര് പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. കഴിവതും നമ്മുടെ എല്ലാ ചട്ടികളിലും നമ്മൾ മണലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് നേരെ നമ്മുടെ ചട്ടിയിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ചട്ടി നമ്മൾ ഫുള്ള് നിറയ്ക്കുന്നില്ല. അങ്ങനെ എല്ലാ ചട്ടികളിലും നമ്മൾ ഈ കൂട്ടുവളം പിന്നെ കോഴിക്കാഷ്ടവും എല്ലുപൊടിയും മണലും മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഈ ഒരു പോട്ടി മിക്സാണ് നമ്മൾ റോസിന് കൊടുക്കുന്നത്. എനിക്ക് റോസിനെ സംബന്ധിച്ച് എപ്പോഴും മണൽ ആണ് എല്ലാവരും അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കും കൂടുതൽ എക്സ്പീരിയൻസിൽ റോസിന് ഇതാണ്. ഏതാണ്? ഗ്രോത്ത് കുറവാണ്. അതെ, നമ്മൾ മണലിലല്ലാതെ മണ്ണിൽ ആദ്യമൊക്കെ നമ്മൾ മണ്ണിൽ നട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ മണ്ണ് അതിൽ നടുന്നതൊക്കെ വേര് പിടിച്ച് കിട്ടാൻ നല്ല പാടാണ്. മണ്ണിൽ നട്ടതൊക്കെ. അപ്പം മണലാണ് നമുക്ക് നന്നായിട്ട് തോന്നിയത്. നമുക്ക് എന്തായാലും ഭാഗ്യത്തിന് ഇവിടെ അത്യാവശ്യം മണലുമായിട്ട് ചേർന്ന മിക്സ് മണ്ണ് കുറേ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ഘടന അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇല്ലാത്തവർ എംസാൻഡൊക്കെ ആണെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരു പ്രപ്പോർഷൻ നോക്കിയാൽ മതി. മണ്ണും മണലും ചേരുന്ന ഒരു പ്രപ്പോർഷൻ നോക്കി എടുത്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മൾ നമ്മുടെ ചട്ടികളിലൊക്കെ ഇത്രയും മണ്ണുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ റീപ്പോർട്ട് ചെയ്യാനുള്ള റോസ് ഇതിൻ്റെ അടുത്തേക്ക് നമുക്ക് ഈ ചട്ടി കൊണ്ടുപോകാം.
അപ്പോൾ അങ്ങനെ ചട്ടികളെല്ലാം നമ്മൾ റോസ് പ്ലാന്റ് ഇരിക്കുന്നിടത്തോട്ട് കൊണ്ടുവെക്കുകയാണ്. ഒരു ചട്ടിയും കൂടെ ഉണ്ട്, അത് ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ പാകി വെച്ചേക്കുന്ന അരീലിയ, അതേപോലെ കണ്ണാടി ചെടിയുടെ വെറൈറ്റീസ്, പിന്നെ കുറേ ചെടികൾ ഉണ്ട് ഇവിടെ എല്ലാം പാകി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള റീപോർട്ട് ചെയ്യേണ്ട റോസ. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ പൂവൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫംഗസ് ഒന്നും കാണുന്നില്ല. ഫംഗസ് ഉണ്ടോ? ചെറിയ രീതിയിൽ ഫംഗസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുണ്ട്, ഈ റോസിലൊക്കെ നല്ല ഫംഗസ് ഉണ്ട്, ബ്ലാക്ക് സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇത് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചെടിയെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണേ. അതിൻ്റെ പൂവ് ഏതാണെന്ന് നമുക്കറിയില്ല, അതിന് പൂ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ പൂവിന് വേണ്ടി ഡിമാൻഡ് ചെയ്തൊന്നുമില്ല. കാര്യം 100 രൂപയ്ക്ക് 5 എണ്ണം, അതായത് 20 രൂപ ഒരു പ്ലാന്റിന് വരുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മളെ സംബന്ധിച്ച് നല്ല ലാഭം എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് അത് വാങ്ങിയത്. ഇനി അതിനെ ഹെൽത്തി ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക്, നമ്മളുടെ പരീക്ഷണം. അപ്പോൾ നമ്മൾ എന്തായാലും അതെ, നമ്മൾ 100 രൂപയ്ക്ക് 3 എണ്ണം അല്ലേ, അങ്ങനെ ആറേജ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ 5 എണ്ണത്തിൻ്റെ കാറ്റഗറി വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ ഓക്കെ, നമ്മൾ വാങ്ങിച്ചത് അതാ മറ്റേ ചെമ്മണ്ണായിരുന്നു, മറ്റേ ചെങ്കല്ലിൻ്റെ മണ്ണില്ലേ, അത് വെച്ച് കവറിലാക്കിയ ചെടിയായിരുന്നു. അപ്പോൾ അത് നല്ല ഹാർഡാണ്, കല്ല് പോലെ ഇരിക്കുന്ന സാധനമായിരുന്നു. അപ്പോൾ അതിനെ വെള്ളത്തിലിട്ടിട്ട്, അതൊരു ഫംഗിസൈഡായിരുന്നു, കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നുന്നു അല്ലേ. വേരിൽ എന്തെങ്കിലും ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിലേ അത് മാറിക്കിട്ടും. ശരി, അതിനെ ഒന്ന് ഫ്രീ ആക്കി നമ്മൾ. ആ മണ്ണ് നല്ല കട്ടി മണ്ണല്ല, അതിന് ഈ മണലിനകത്തോട്ട് വേരൊക്കെ പിടിക്കാൻ വേണ്ടി നല്ല സമയം എടുക്കും. ആ കട്ടി മണ്ണ്, കല്ല് പോലെ ഉറച്ച മണ്ണിനകത്തൊന്ന് ഇറങ്ങി വരണ്ടേ. അപ്പം നമ്മളതിനെ അത്യാവശ്യം വെള്ളത്തിലൊന്ന് മുക്കി ഒന്ന് ഫ്രീ ആക്കി, വേരൊന്ന് ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട്. വേരൊക്കെ പൊട്ടാതെ അതെ അതെ, ഈ ഹാർഡ് മണ്ണൊന്ന് സോഫ്റ്റ് ആക്കി അതെ എടുത്ത്, നിലവിലുള്ള വേരുകളൊന്നും തന്നെ പൊട്ടിപ്പോകാത്ത രീതിയിൽ വെള്ളത്തിൽ മുക്കി കട്ടിയായിട്ടിരുന്ന മണ്ണിനെ നമ്മൾ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ ഇതുപോലെ നമ്മൾ അതെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാണ് നമ്മൾ ചെടി നടുന്നത്. അങ്ങനെ ചെടി നമ്മൾ ആദ്യത്തെ ചെടി പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ ചുവടൊന്ന് അമക്കിയും കൂടെ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ചെടിയിൽ ആദ്യത്തെ ഇത് നമ്മൾ മാറ്റി വെക്കും കേട്ടോ. കാര്യം ഈ 100 രൂപയ്ക്ക് 5 എണ്ണം വാങ്ങിയതിൽ ചെറിയ രീതിയിൽ ഫംഗസ് ചില ചെടികൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ച് അതിനെ ഒറ്റപ്പെടുത്തി നിർത്തിയിട്ട് വേണം നമ്മളതിനെ കെയർ ചെയ്തെടുക്കാൻ. അതെ, ഇപ്പോൾ ഇത് നമ്മൾ തണലത്തോട്ടാണ് ഇനി വെക്കാൻ വേണ്ടി പോകുന്നത്. കാര്യം പോട്ടിങ് കഴിയുമ്പോഴത്തേക്ക് ഇത് വേരൊക്കെ ഒന്നായി വരണ്ടേ. അപ്പം നമ്മൾ തണലത്തേക്ക് വെക്കുന്നത്. രണ്ടാമത്തെ ഒരു ചെടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ ഏതായാലും കാണിച്ച്. ഓ, അതൊരു പിങ്ക്, പക്ഷെ നല്ല പൂവാണ് കേട്ടോ. അത് ഉണങ്ങി, പൂവിന് ഉണക്കടിച്ചിട്ടുണ്ട്. പിങ്കാണ്. അതെ, അതും നല്ല ടൈറ്റാണ് കേട്ടോ. അനി അങ്ങ് പൊട്ടിച്ചോ. അപ്പോൾ അത് ആ കവർ കീറി എടുക്കണം. അത് അത്യാവശ്യം ലൂസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല, എല്ലാം ചെമ്മണ്ണ, എല്ലാം നല്ല കട്ടിക്ക് നിൽക്കുക. കടയിൽ വലിയ കെയറൊന്നും കിട്ടാതെ നിന്നിരുന്ന ചെടിയാണ്. നമുക്കൊരു കെയർ ചെയ്ത റോസിനെ പരിപാലിക്കാൻ ഒരു പരീക്ഷണം നടത്താനുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ അതിൻ്റെ ആ പൂവ് അങ്ങ് കട്ട് ചെയ്ത് കളയുക. ആ പൂവും അത്യാവശ്യം കട്ട് ചെയ്ത് കളയേണ്ട ഭാഗങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞ് തന്നെ നമ്മൾ ഫംഗസാണ് ആ റോസിലല്ലേ. ഓ, കണ്ടോ കണ്ടോ, ആ ചെടിയുടെ ഇല നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കണ്ടോ ബ്ലാക്ക് കളർ കണ്ടോ, അത് ഒരു ഫംഗസാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളിനി എക്സ്ട്രാ കെയർ കൊടുത്ത് ഫംഗിസൈഡൊക്കെ അടിച്ചെടുക്കണം. ഈ ലീഫൊന്നും നമ്മളിവിടെ വെച്ചേക്കില്ല, എല്ലാം എടുത്ത് കളയും, നശിപ്പിക്കണം. അപ്പോൾ ഫംഗസ് ഉള്ള എല്ലാ ഇലകളും നമ്മൾ കട്ട് ചെയ്ത്, താഴത്തെ കുഞ്ഞിലയിൽ ഫംഗസ് ഉണ്ട്, ഇപ്പുറത്തെ ഇലയെല്ലാം ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് സാഫൂഡ് അടിച്ചു കൊടുക്കാം. അതെ, നമ്മൾ തണലത്തോട്ടിന് മാറ്റി വെക്കുന്ന സമയത്ത് നമുക്ക് സാഫും കൂടെയൊക്കെ അടിച്ചിട്ടേ കൊടുക്കാം. ഈ സാഫ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗിസൈഡാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം കുറേ ഫംഗിസൈഡ്സ് ഉണ്ട് കേട്ടോ. ആൻറ്റി ഫംഗലായിട്ടുള്ള ജൈവ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ബയോ പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആദ്യം വാങ്ങിച്ച് റോസിന് അടിച്ചു നോക്കി. പക്ഷേ നമുക്കത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അതിനുശേഷമാണ് ഇപ്പം പെസ്റ്റിസൈഡ് ആണെങ്കിലും ഫംഗിസൈഡ് ആണെങ്കിലും നമ്മൾ ഇപ്പം ബയോ നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ച് നോക്കിയതാണ്. പക്ഷേ അത് നമുക്ക് എഫക്റ്റീവ് ആയിരുന്നില്ല. നമുക്ക് കെമിക്കൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമുക്ക് റിസൾട്ട് ആയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ബയോ ആണ് നല്ലത്. അതെ, ബയോ ആണ് നല്ലത്, എക്കോ ഫ്രണ്ട്ലി ആണ്. പക്ഷേ എനിക്കൊന്ന് റോസിന് ഇത്രയൊക്കെ ഫംഗസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയം കൊണ്ടിരിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ചെടി കെയറിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫംഗസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് അടിച്ച് പ്രിവെൻറ്റ് ചെയ്ത് പോകാൻ തോന്നുന്നു.
പക്ഷേ ഫംഗസ് ഒക്കെ ഉള്ള ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിവതും ഇതുപോലത്തെ കെമിക്കൽ തന്നെ അതെ ആവശ്യം ഉള്ളത്. ബയോ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതെ സ്റ്റാർട്ടിങ് സ്റ്റേജോ അല്ലെങ്കിൽ പ്രിവെൻഷനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബയോ ഒക്കെ കൊടുക്കാം എല്ലാം. റോസിനെ സംബന്ധിച്ച് നമുക്ക് സങ്കടം വരും, പെട്ടെന്ന് റോസ് ചീത്തയായി പോവുക എന്നൊക്കെ. കാരണം ബയോ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല, റിസൾട്ട് കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ വരാതിരിക്കാൻ വേണ്ടിയൊക്കെ നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, നമുക്ക് റിസൾട്ട് കിട്ടിയത് ഇതാണ്, സാഫാണ്. നമ്മളതുകൊണ്ട് സാഫ് എന്ന പേര് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാ ചെടികളെയും നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആ മണ്ണിൻ്റെ അതിൻ്റെ ഒരയില ഇരിക്കുന്നത് ഒന്ന് ഫ്രീ ആക്കി എടുത്തിട്ട് എല്ലാം നമ്മൾ ചട്ടിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ അത്യാവശ്യം വേര് പിടിക്കാൻ വേണ്ടിയുള്ള വളങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അത്രയും 5 ചട്ടിക്ക് വേണ്ടി അത്രയും കൂട്ടുവളങ്ങളും ചാണകപ്പൊടിയും ചകിരിച്ചോറും എല്ലാം ചേർന്ന ഒരു മിക്സാണ് കൊടുത്തത്. പിന്നെ കോഴിക്കാഷ്ടത്തിൻ്റെ ഇച്ചിരി കൊടുത്തിട്ടുണ്ട്, എല്ലുപൊടി ഇച്ചിരി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേര് പിടിക്കാനുള്ള സാധനമുണ്ട്. മറ്റൊരെണ്ണം കണ്ടോ, നല്ല അടിപൊളി ഒരു വലിയ പൂവായിരുന്നേ, അതിൻ്റെയും ഒരു പൂ പോയതാണ്. പക്ഷെ അതിന് നല്ല ബ്ലാക്ക് സ്പോട്ട് ഉണ്ട് കണ്ടോ, അത് നല്ല കറുത്തിട്ടൊക്കെ ഉണ്ട്. നമ്മളത് അറിഞ്ഞുകൊണ്ടാണ് വാങ്ങിച്ചിട്ടോ, കടക്കാർ നമ്മളെ കളിപ്പിച്ചൊന്നുമല്ല, അവർ ആ വില പറഞ്ഞു. പക്ഷെ നമുക്ക് അറിയാമായിരുന്നു ഇതിൽ ബ്ലാക്ക് ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നിട്ട് നമ്മൾ വാങ്ങിച്ചത് നമുക്ക് ആ ചെടി കെയർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് എടുത്തതാണ്. അത് ഓൺ റൂട്ടാണോ? അല്ല, ബഡ് നമുക്ക് ഒന്നും ഓൺ റൂട്ടല്ല, എല്ലാം ബഡ് പ്ലാന്റ് ആണ് കേട്ടോ. ബഡ് ചെയ്യുന്ന ചെടികൾക്കാണ് കൂടുതൽ ഈ ഫംഗിസൈഡൊക്കെ വരുന്നത്. ഹൈബ്രിഡ് മേളത്തെ ബഡിൽ വരുന്ന എല്ലാം വലിയ പൂക്കളായിരിക്കും, പക്ഷേ ഇത്തരത്തിലുള്ള രോഗാണുബാധ കൂടുതലായിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാ ചെടികളും നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് സാഫൊക്കെ അടിച്ചു കൊടുക്കും. അപ്പോൾ എല്ലാ ചെടികൾക്കും നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. കവറിൽ നിന്ന് പൊട്ടിച്ചതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ, അല്ലേ പന്ന? അപ്പോൾ ഈ ചെടികളെല്ലാം നമ്മളിനി തണലത്തോട്ട് വെക്കും. എന്നിട്ട് ഇതിന് നമ്മൾ ഫംഗിസൈഡുകൾ അടിച്ചു കൊടുക്കും. എന്നിട്ട് കുറേ ദിവസങ്ങൾ നമ്മളിതിനെ ക്വാറൻറ്റൈൻ ചെയ്യുകയാണ് മറ്റുള്ള ചെടികളുടെ ഭാഗത്തു നിന്നും. ഇതിൻ്റെ ഫംഗസൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം ബാക്കിയൊന്നുള്ള നമ്മളുടെ ചെടികളുടെ കൂട്ടത്തിലാക്കി ഇതിനെ നമുക്ക് പൂവിട്ടെടുക്കണ്ടേ. അപ്പോൾ ഇതാണ് നമ്മൾ സാഫ് എന്ന് പറഞ്ഞ ഫംഗിസൈഡ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമ്മൾ അടിച്ചു കൊടുക്കും. നമ്മൾ അങ്ങനെ പൊന്നായി കരഞ്ഞുകൊണ്ട് ഞാൻ പൊന്നായി എടുത്തിട്ട് മുകളിലോട്ട് വന്നതാണ്. അപ്പോൾ ഡിങ്കു ഈ പറയുന്നത് നമ്മൾ എടുത്ത ചെടികളെല്ലാം നേരെ കൊണ്ടുപോയി തണലത്ത് വെക്കുകയാണ്. അപ്പം നമ്മളെന്താ പറയുക, ഒരു ചെടിയൊക്കെ വെച്ച് കഴിയുമ്പം കമ്പ് നട്ടാലും റിപ്പോർട്ട് ചെയ്താലും ഒക്കെ എന്ത് ചെയ്യണം, നേരെ കൊണ്ട് തണൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ അതിനെ കൊണ്ട് വയ്ക്കണം. അപ്പം നമ്മുടെ വീടിൻ്റെ അടിഭാഗത്ത് കുറച്ച് തണലുള്ള സ്ഥലമുണ്ട്, നേരിട്ട് വെയിലടിക്കത്തില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ റീപോർട്ടിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നല്ല നല്ല കമൻറ്റുകളും മോശമാണെങ്കിൽ മോശം കമൻറ്റുകളും ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അപ്പം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. പൊന്നായി പറയുന്നുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. പൊന്നായി പറയുന്നുണ്ടോ? അതെ, പൊന്നായിക്ക് എല്ലാവരെയും കണ്ടപ്പം അരുത്തി കൊഞ്ചൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞ പൊന്നായി താങ്ക് യു ഫോർ
ബൈ.